പി ജയരാജനെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയിരിക്കുന്നു. പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ച അത് വലിയ വിവാദമായി മാറിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നീക്കം അത് LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് പി ജയരാജനെ നീക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്ക് പോയി. ഇന്നത്തെ സംസ്ഥാന കമ്മിറ്റി ചേരാനിരിക്കെ ഈ വിഷയം അത് ചർച്ചയാകും എന്നൊക്കെയുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടി ഉണ്ടാകുമെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടി പി ജയരാജൻ കണ്ണൂരിലേക്ക് പോയി. കണ്ണൂരിൽ നിന്ന് സജോ ദേവസ്യ ഞങ്ങളുടെ പ്രതിനിധി തത്സമയ വിവരങ്ങളുമായി. അതിനു മുൻപായി ഇന്നിപ്പോൾ പി ജയരാജനോട് ഈ വിഷയത്തിൽ മാധ്യമങ്ങൾ പ്രതികരണം ആരാഞ്ഞപ്പോൾ അദ്ദേഹം എന്തു പറഞ്ഞു എന്നതുകൂടി കേട്ടുവരാം. അല്ലെങ്കിൽ രാജ്യസന്നദ്ധത അറിയിച്ചു എന്നാണ് പറയുന്നത്. ശരിയാണോ? എന്തെങ്കിലും പറയാനുണ്ടോ? പറയാനുള്ളപ്പോൾ ഞാൻ നിങ്ങളെ വിളിക്കാം. അല്ലെങ്കിൽ പറയാനുള്ളപ്പോൾ നിങ്ങളെ വിളിക്കാമെന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്. LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് പി ജയരാജനെ നീക്കിയിരിക്കുന്നു. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളുമായി. സജോ, തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹം കണ്ണൂരിലേക്ക് പുറപ്പെട്ടു. അദ്ദേഹം വസതിയിലുണ്ടോ? അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണത്തിനൊക്കെയുള്ള സാധ്യതയുണ്ടോ? അദ്ദേഹം മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതയുണ്ടോ? അനുജ, ഞാനിപ്പോൾ നിൽക്കുന്നത് പി ജയരാജൻ്റെ കണ്ണൂർ കീച്ചേരിയിലെ വസതിയിലാണ്. അദ്ദേഹം അല്പസമയം മുൻപ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹം പക്ഷേ പ്രതികരണത്തിന് തയ്യാറായില്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അറിയിക്കാം എന്ന ഒരു പ്രതികരണം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് വിമാനമാർഗം കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തി. അതിനുശേഷം അല്പസമയം മുൻപാണ് അദ്ദേഹം കണ്ണൂരിലെ വീട്ടിലേക്ക്, എനിക്ക് പുറകിൽ കാണുന്ന ഈ വീട്ടിലേക്ക് അദ്ദേഹം എത്തിയത്. ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന് കടുത്ത അതൃപ്തി ഉണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അദ്ദേഹം സംസ്ഥാന സമിതിക്കടക്കം കാത്തു നിൽക്കാതെയാണ് നടപടി ഉറപ്പായതോടുകൂടി അദ്ദേഹം വീട്ടിലേക്ക് പോകുന്നത്. അക്കാര്യത്തിൽ കടുത്ത അതൃപ്തി നേതൃത്വത്തിനെതിരെയുണ്ട്. അതായത് ദീർഘകാലമായി നേതൃത്വത്തിനെതിരായ അമർഷമൊക്കെ അദ്ദേഹം പല ഘട്ടങ്ങളിലായി പ്രകടിപ്പിച്ചിരുന്നു. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, അതായത് MV ഗോവിന്ദൻ CPIM-ൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി നിയോഗിക്കപ്പെട്ട ഘട്ടം മുതൽ പി ജയരാജൻ അദ്ദേഹത്തിൻ്റെ പല രൂപത്തിലുള്ള അമർഷവും ഒക്കെ അസ്വസ്ഥതയും ഒക്കെ പ്രകടമാക്കിയിരുന്നു. അത് ഏറ്റവും ഒടുവിൽ തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അദ്ദേഹം പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തി എന്ന അദ്ദേഹത്തിൻ്റെ പ്രതികരണം. അത് തിരഞ്ഞെടുപ്പ് ദിവസം രാവിലെയാണ് അദ്ദേഹം അങ്ങനെ ഒരു പ്രതികരണം മാധ്യമങ്ങളോട് നടത്തിയത്. അതടക്കം പി ജയരാജൻ്റെ അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനടക്കം പരസ്യമായി ഇക്കാര്യത്തിൽ അദ്ദേഹത്തെ തള്ളിപ്പറയുന്നതടക്കമുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. ഒപ്പം നേരത്തെ അദ്ദേഹം കുറേ കാലം നിസ്സഹകരിച്ചിരുന്നു, അതായത് നേതൃത്വത്തോട് നിസ്സഹകരിച്ചിരുന്നു. സെൻട്രൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കേണ്ട ആളാണ് പി ജയരാജൻ. പക്ഷേ അക്കാര്യങ്ങളിൽ അദ്ദേഹം നേതൃത്വത്തോട് നിസ്സഹകരിക്കുന്ന കാഴ്ച കൂടി പലപ്പോഴായി കണ്ടു. അങ്ങനെ അതിൻ്റെ ഒരു ഏറ്റവും ഒടുവിലാണ് അദ്ദേഹം ഈ നിലയ്ക്ക് പൂർണ്ണമായും അദ്ദേഹത്തിനെതിരായ നടപടി ഉറപ്പാകുന്നു എന്ന ഘട്ടം വന്നു. അക്കാര്യത്തിലടക്കം പി ജയരാജന് കടുത്ത അമർഷമുണ്ട്, അസ്വസ്ഥതയുണ്ട്, നേതൃത്വത്തോട് തന്നെ ഉണ്ട്. അദ്ദേഹം മുതിർന്ന നേതാവാണ്. ആ ഘട്ടത്തിൽ പോലും അദ്ദേഹത്തെ സംസ്ഥാന സെക്രട്ടറി തലത്തിലേക്ക് അടക്കം പരിഗണിക്കപ്പെടേണ്ടതാണ്. അത് മാത്രമല്ല, അതിന് അർഹമായ പരിഗണനകൾ കിട്ടിയില്ല എന്ന വിമർശമടക്കം പി ജയരാജനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അങ്ങനെ ഉള്ള സാഹചര്യങ്ങൾ കുറച്ച് കാലമായി അത് പുകയുന്നുണ്ട്. അദ്ദേഹം പരസ്യമായി തന്നെ അദ്ദേഹത്തിൻ്റെ അതൃപ്തി പല ഘട്ടങ്ങളിൽ തുറന്ന് പ്രകടിപ്പിച്ചതാണ്. CPIM സംസ്ഥാന സെക്രട്ടറിയുടെ ജനകീയ പ്രതിരോധ യാത്ര കണ്ണൂരിലൂടെ കടന്നുപോയപ്പോൾ കണ്ണൂരിൽ ഉണ്ടായിട്ടും അദ്ദേഹം അതിൽ പങ്കെടുത്തിരുന്നില്ല, അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് അദ്ദേഹം വിട്ടുനിൽക്കുകയാണ് ചെയ്തത്. അങ്ങനെ പലപ്പോഴും പരസ്യമായി അദ്ദേഹത്തിൻ്റെ അതൃപ്തി പ്രകടമാക്കിയിരുന്നു എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ കാര്യത്തിൽ Pയെ സംബന്ധിച്ചിടത്തോളം അന്ന് തിരഞ്ഞെടുപ്പ് ദിനത്തിലടക്കം അദ്ദേഹം BJPയുടെ പ്രഭാരിയുമായി പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയ കാര്യമടക്കം സമ്മതിക്കുന്നു. ഒപ്പം ദല്ലാൽ നന്ദകുമാറുമായുള്ള അദ്ദേഹത്തിൻ്റെ അടുപ്പം സംബന്ധിച്ച വിമർശനങ്ങളൊക്കെ പല കോണുകളിൽ നിന്നായി ഉയർന്നു വന്നിരുന്നു. അതടക്കമുള്ള കാര്യങ്ങൾ ഉയർന്നു വരികയും നടപടി ഏറെക്കുറെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തന്നെ ധാരണയാവുകയും ചെയ്തത് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. ആ ഘട്ടത്തിൽ തന്നെ തനിക്കെതിരായി, അല്ലെങ്കിൽ തനിക്ക് അർഹമായ പരിഗണന കിട്ടുന്നില്ല എന്ന അതൃപ്തിയും വിഷമവും ഒക്കെ അദ്ദേഹം പല ഘട്ടങ്ങളിലായി തുറന്ന് പ്രകടിപ്പിച്ചതുമാണ്. പക്ഷേ അദ്ദേഹം എന്തെങ്കിലും നിലയ്ക്ക് ഒരു പ്രതികരണത്തിലേക്ക് മറ്റും പോയില്ല എന്ന് മാത്രമല്ല, ഈ റിസോർട്ടുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിലടക്കം അടക്കം അദ്ദേഹം പല അമർഷവും പ്രകടിപ്പിച്ചിരുന്നു. ഇപ്പോൾ അദ്ദേഹം ഇവിടെ കീച്ചേരിയിലെ വീട്ടിൽ, അരോളിയിലെ വീട്ടിൽ ഉണ്ട്. അദ്ദേഹം അല്പസമയം മുൻപാണ് വന്നത്. വിമാനമാർഗമാണ് എത്തിയത്. അവിടെ നിൽക്കാതെ, തിരുവനന്തപുരത്ത് നിൽക്കാതെ, നേതാക്കളെ അഭിമുഖീകരിക്കാതെ, കമ്മിറ്റി അഭിമുഖീകരിക്കാതെ അദ്ദേഹം തിരികെ ഇങ്ങോട്ട് വന്നതിൻ്റെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് തന്നെ ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന്റെ കടുത്ത അതൃപ്തിയും അമർഷവും ഒക്കെ ഉണ്ട്. ഇനി അദ്ദേഹത്തിന്റെ നീക്കം, എന്തെങ്കിലും പരിപാടികളോ ഒന്നും കണ്ണൂരിൽ ഉണ്ടോ? ആ തരത്തിലേക്ക് നമ്മൾ കരുതണമോ? സംസ്ഥാന കമ്മിറ്റിയിൽ വിഷയം വരും എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം ഇങ്ങോട്ടേക്ക് എത്തി എന്നല്ലേ മനസ്സിലാക്കേണ്ടത്?
അനുജ, ഉറപ്പായും അങ്ങനെ തന്നെയാണ്. അതായത് സംസ്ഥാന കമ്മിറ്റിയിൽ ഈ വിഷയം പരിഗണനയ്ക്ക് വരുന്നു, ഇത് അവിടെ അവതരിപ്പിക്കപ്പെടുന്നു, നടപടിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നത് അദ്ദേഹം മുൻകൂട്ടി മനസ്സിലാക്കി തന്നെയാണ്. മറ്റെന്തെങ്കിലും പരിപാടി യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഇവിടെ നിശ്ചയിച്ചിട്ടില്ല. സംസ്ഥാന കമ്മിറ്റിയിലടക്കം പങ്കെടുക്കുക എന്ന പദ്ധതിയുമായി തന്നെയാണ് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് പോയത്. പക്ഷേ നടപടി നീക്കം ഈ കമ്മിറ്റിയിൽ തന്നെ നടക്കും എന്ന് വ്യക്തമായതോടുകൂടിയാണ്, സെക്രട്ടേറിയറ്റിൽ അത് സംബന്ധിച്ച് ചർച്ച വന്നതോടുകൂടിയാണ് അദ്ദേഹം അത് മനസ്സിലാക്കിയും തിരികെ ഈ വീട്ടിലേക്ക് എത്തിയ അദ്ദേഹം ആ കാര്യം മനസ്സിലാക്കി തന്നെയാണ്. മറ്റു പരിപാടികളുണ്ട് എന്ന് ആദ്യഘട്ടത്തിൽ അദ്ദേഹം പറയാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അത് ശരിയല്ല. അദ്ദേഹത്തിന് മറ്റെന്തെങ്കിലും ഒരു പരിപാടിയും ഇവിടെ നിശ്ചയിച്ചിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടിക്ക് വേണ്ടി അദ്ദേഹം പോകുമോ എന്നത് കാത്തിരിക്കേണ്ടതാണ്. അങ്ങനെ ഒരു പരിപാടിക്ക് അദ്ദേഹം തൽക്കാലം പോകില്ല എന്ന് തന്നെയാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്ന ഒരു കാര്യം. അദ്ദേഹം ഈ അതൃപ്തി തന്നെയാണ് അദ്ദേഹത്തിന്, ഈ നടപടി സംബന്ധിച്ച് കടുത്ത അതൃപ്തിയും അമർഷവും ഉണ്ട്. ആ ഘട്ടത്തിൽ തന്നെ അദ്ദേഹം വീണ്ടും ആ കാര്യം വിശദീകരിച്ചിരുന്നു. പ്രകാശ് ജാവ്ദേക്കറിനെ കണ്ട കാര്യം അത് അക്കാര്യത്തിലെ തെറ്റിദ്ധാരണ നീക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും നിലയ്ക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകാതിരിക്കാൻ അക്കാര്യം വിശദീകരിക്കുക മാത്രമാണ് ചെയ്തത്. അതിൽ എന്തെങ്കിലും ഒരു പിഴവില്ല. തിരഞ്ഞെടുപ്പ് ദിവസം എന്തെങ്കിലും ആസൂത്രിതമായി ചെയ്തൊരു കാര്യമല്ല. ആ കാര്യത്തിൽ ഉണ്ടായ, അതായത് പ്രകാശ് ജാവ്ദേക്കർ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു വരുന്നു, സ്വാഭാവികമായി ഒരു കൂടിക്കാഴ്ച നടക്കുന്നു, ഒരു ചായ കുടിച്ച് പിരിയുന്നുവെന്ന് അദ്ദേഹം അന്ന് വിശദീകരിച്ചതാണ്. അതിൽ എന്തെങ്കിലും രാഷ്ട്രീയ ചർച്ചയോ മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങളോ ഉണ്ടായിരുന്നില്ല. പ്രചരിപ്പിക്കപ്പെടുന്നത് പോലെ, വ്യാഖ്യാനിക്കപ്പെടുന്നത് പോലെ, വിമർശനങ്ങൾ ഉയർന്നതുപോലെ എന്തെങ്കിലും ലക്ഷ്യം ആ നീക്കത്തിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്നില്ല. ഏതെങ്കിലും നിലയ്ക്ക് നേരത്തെ തന്നെ ഈ ചില അന്വേഷണങ്ങളുമായി ബന്ധപ്പെട്ട്, അതായത് കേന്ദ്ര ഏജൻസികളുടെ ചില അന്വേഷണം ഈ റിസോർട്ടുമായി ബന്ധപ്പെട്ട് മറ്റും ഉയർന്നു വന്നിരുന്നു. പക്ഷേ അതിൻ്റെ നടത്തിപ്പ് തന്നെ കൈമാറിയതാണ്. പിന്നീട് വളരെ യാദൃശ്ചികമായ ഒരു കൂടിക്കാഴ്ച മാത്രമായിരുന്നു, അത് ആസൂത്രിതമല്ല എന്നതടക്കം അദ്ദേഹം വിശദീകരിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ആ കാര്യം പരിഗണിക്കപ്പെട്ടില്ല എന്നതിലടക്കം അദ്ദേഹത്തിന് കടുത്ത അമർഷമുണ്ട്. നേരത്തെ തന്നെ അദ്ദേഹം പ്രകടമാക്കിക്കൊണ്ടിരുന്ന അതൃപ്തിയുടെയും അമർഷത്തിൻ്റെയും ഒരു ബാക്കി പത്രം എന്ന നിലയ്ക്ക് കൂടി ഇതിനെ കാണണം. ശരി, പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയ അത് മുൻപ് തന്നെ വിവാദമായി മാറിയിരുന്നു. തെരഞ്ഞെടുപ്പ് കാലയളവിലൊക്കെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയ വിവാദം, അതിലിപ്പോൾ EP ജയരാജനെതിരെ നടപടിയുണ്ടായിരിക്കുന്നു. അദ്ദേഹത്തെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയിരിക്കുന്നു. ഇന്ന് സംസ്ഥാന സമിതിയിൽ കൂടി ഈ വിഷയം വളരെ ഗൗരവത്തിൽ ചർച്ചയ്ക്ക് വരും. അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്ക് പോവുകയും ചെയ്തു. കണ്ണൂരിലെ വസതിയിൽ EP ജയരാജൻ